നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് വലിയ തോതിൽ ഇടിഞ്ഞു. അതിനുശേഷം ഇൻട്രാഡേ ലോയിൽ നിന്ന് ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് നടത്തി. ഒരു ഡേറ്റ നമുക്കുണ്ട്. ആ ഡേറ്റ കാണുമ്പോൾ നമുക്ക് വിശ്വസനീയമായി തോന്നുന്നില്ല, പക്ഷേ അത് സത്യമാണ്. FISും DISും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIS 975 കോടി രൂപക്കും DIS 97 കോടി രൂപക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തി. പാനിക് സെല്ല് കാരണം അപ്പോൾ വിറ്റ് മാറിയത് റീറ്റെയിലേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലോയിൽ നിന്ന് റിലയൻസ്, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ കമ്പനീസിൻ്റെ, HUL തുടങ്ങിയ കമ്പനീസിൻ്റെ ആ ഒരു പ്രകടനം കൊണ്ട് മാർക്കറ്റ് നേരെ തിരികെ വന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിലും കണ്ടത്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് മിക്സ്ഡ് ആയ ഒരു അവസ്ഥയിൽ ക്ലോസ് നടത്തി. യൂറോപ്യൻ മാർക്കറ്റ് എന്നാൽ റെഡായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ് ഇപ്പോൾ ഒരു റിക്കവറി മോഡിലാണോ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രധാന ന്യൂസ് എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഏറ്റവും താഴെ കാണാം US VIX ഇന്നലെ 4% സ്പൈക്ക് ചെയ്ത് 17. നാസ്ഡാക്ക് 52 പോയിൻറ്റ് മാത്രം ഇടിഞ്ഞപ്പോൾ ഡോ 38 പോയിൻറ്റ് പോസിറ്റീവായിരുന്നു. അതിന് മുകളിൽ കാണുന്ന FTSE CSE 40 ഡാക്സ് യൂറോപ്യൻ മാർക്കറ്റാണ്. അത് റെഡിലടച്ചു. ഇന്ത്യ വിക്സും ഇന്നലെ VIX 4% സ്പൈക്ക് ചെയ്ത് 14.32. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ, കൊറിയ, ഷാങ്ഹായ്, ചൈന, S&P X 200 ഓസ്ട്രേലിയ എല്ലാം തന്നെ മിക്സ്ഡായ ഒരു അവസ്ഥയിലാണ്. അതിന് മുകളിൽ കാണുന്നത് XAU/USD ഗോൾഡാണ്. $2,495 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ $72. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 58,100 എന്ന നിലയിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോ, ഇൻഫോസിസ് വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും ICICI ബാങ്ക് പോസിറ്റീവായി ക്ലോസ് ചെയ്തു. HDFC ബാങ്ക് 1.26% റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ റിലയൻസും GDRൽ 1% പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തി. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ ഇന്നലെ ലോങ് പൊസിഷൻ 70 നിന്ന് 68 സ്ലൈറ്റ്ലി കുറച്ചിട്ടുണ്ട്. ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ 30 നിന്ന് 32 സ്ലൈറ്റ്ലി വർദ്ധിപ്പിച്ചു. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് 25,198 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്പോട്ട് തന്നെ കോള് റൈറ്റ് കാണുന്നുണ്ട്. 25,200 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തേക്കാം. കൂടാതെ 25,300 ഉണ്ട്. എങ്കിൽ കൂടിയും പുട്ട് സൈഡിലും ആളുകൾ ശക്തമാണ്. ഓൾമോസ്റ്റ് ഇരുഭാഗത്തും തുല്യ ശക്തിയിലാണ് ആളുകൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. പുട്ട് ഷോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവാണ്, അത് മനസ്സിലാക്കണം. ഇനി ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ ആണെങ്കിൽ റിലയൻസായിട്ട് ബന്ധമുള്ള ന്യൂസാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. 10 GW കപ്പാസിറ്റിയുള്ള സെൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റി PLI സ്കീം വഴി കമ്പനിക്ക് അംഗീകാരം കിട്ടി എന്നുള്ള ന്യൂസാണ്. ഇന്നലെ റിലയൻസ് 0.5% ഒരു ഗെയിൻ നേട്ടം കൈവരിച്ചപ്പോൾ അതുവഴി നിഫ്റ്റിയിലും അത് റിഫ്ലക്റ്റ് ചെയ്തു. സോന BLV കമ്പനി അവർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ 2,400 കോടി രൂപ അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. വേദാന്ത കമ്പനി ഇവർ ICRA എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി വേദാന്തനെ അപ്ഗ്രേഡ് ചെയ്തു. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് 400 കോടി രൂപക്ക് ഹിൻഡൽകോട് ഭാഗത്ത് നിന്ന് ലാൻഡ് അവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. സിസിലോൺ കമ്പനി ഇവർ ബിസിനസ് പാർക്ക് 440 കോടി രൂപക്ക് അവർ ബിസിനസ് പാർക്ക് അക്യൂർ ചെയ്യാനുള്ള സൈൻ ചെയ്തു. PNB ഹൗസിംഗ് 250 കോടി രൂപ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ലിൻഡ ഇന്ത്യ കമ്പനി ടാറ്റ സ്റ്റീൽ ആയിട്ട് അവരുടെ ഇൻഡസ്ട്രിയൽ ഗ്യാസ് സപ്ലൈ ലിൻഡ ഇന്ത്യ അക്യൂർ ചെയ്യാനായിട്ടുള്ള ചർച്ചകൾ നടത്തി. ബെസ്റ്റ് അഗ്രോ ലൈഫ് കമ്പനി ഇവർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു പേറ്റൻറ്റ് ലഭിച്ചു. പൾസ് ഇലക്ട്രോണിക്സ് കമ്പനി 1:1 റേഷ്യോയിൽ ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ബോറോസൽ റിന്യൂവബിൾ എനർജി കമ്പനി ഇവർ ക്ലീൻ മാക്സ് പൃഥ്വിയിലെ 49% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ശ്യാം സെഞ്ചുറി ഫെറോസ് കമ്പനി ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ക്ലോഷർ നോട്ടീസ് കൊടുത്തു എന്നുള്ള ന്യൂസ്. ടാർക്ക് കമ്പനി ഇവർ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് റേറ. അപ്പോൾ റേറയുടെ ഭാഗത്തുനിന്ന് ടാർക്കിൻ്റെ പുതിയ ഹൗസിംഗ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു രജിസ്ട്രേഷൻ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഗണേഷ എക്കോസ്ഫിയർ കമ്പനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കമ്പനിയാണ്. നോക്കാം. ഗണേഷ എക്കോസ്ഫിയർ കമ്പനി ഇവർ റേസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്.
നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെയും നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിവിഡൻറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ കിട്ടാനായിട്ട് അത് ഉപയോഗപ്പെടുത്തുക. ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം ടെലഗ്രാമിൻ്റെയും ട്രേഡ് ബഡിയുടെയും. അപ്പോൾ വൈകിട്ട് 7 മണി വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു ഓൾ.